ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അത് അക്കുച്ചേട്ടൻ തന്നെ പറയും ബാലമാമേ. അക്കുച്ചേട്ടാ, മനസ്സിൽ മൂടി വച്ചിരിക്കുന്ന എല്ലാ സത്യങ്ങളും ഇപ്പോ ഇവിടെ വെച്ച് പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഒരു പ്രശ്നമില്ല ബാലമാമേ. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഇവിടെ വെച്ച് തീരാൻ പോകും. ഇവളിതെന്താ ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇവിടെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അക്കുച്ചേട്ടാ, മനസ്സിലുള്ളത് പറ. ഇതാണ് സിറ്റുവേഷൻ. ഇനി ആലോചിച്ച് നിൽക്കുന്ന എന്തിനാ? അക്കുച്ചേട്ടൻ എനിക്ക് തരാനായി കൊണ്ടുവന്ന കേക്ക് ശ്രേയയ്ക്ക് കൊടുക്ക്. അക്കുച്ചേട്ടന് മനസ്സിലുള്ളത് ശ്രേയാണെന്ന് എല്ലാരോടും വിളിച്ചു പറ. ചാരു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്തിനാ? ആവശ്യമില്ലാത്ത കാര്യമല്ല ബാലമാമേ, സത്യം. ആകാശിന്റെ ഭാര്യയായ നീ ഇവിടെ നിൽക്കുമ്പോ ഇവർക്ക് തന്നെ കേക്ക് കൊടുക്കാൻ പറയുന്നത്? അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരു വലിയ തെറ്റ് സംഭവിച്ചു. ഈ താലിയക്കുച്ചേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ കാര്യം ഞാൻ പറയുന്നത്. ആ തെറ്റ് ഇന്നെനിക്ക് തിരുത്തണം ബാലമാമേ. എന്റെ കഴുത്തിൽ അക്കുച്ചേട്ടൻ താലി കെട്ടിയെന്ന് വെച്ച് മനസ്സിലുള്ളത് കളയാൻ പറ്റുമോ ബാലമാമേ? മോള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചാരുമോളെ, മോളെന്തൊക്കെ ഈ പറയുന്നേ? ഗോവിന്ദമാമൻ എല്ലാ സത്യങ്ങളും അറിയാവുന്നല്ലേ? എന്നിട്ടും ഗോവിന്ദമാമൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന എന്തിനാ? ചാരു, നിനക്ക് എന്താ പറ്റിയേ? നിങ്ങളോട് എല്ലാരോടും ഞാൻ സോറി പറയാ. സോറി. ഇനി ഞാനെല്ലാം പറയാം. അക്കുച്ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച ശേഷം ഭാര്യ ഭർത്താക്കന്മാര് ഞങ്ങള് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കായിരുന്നു. ഒരു ജീവിതം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ എല്ലാം മുന്നില് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. പിന്നെ റൂമിലെ 4 ചുവരിനുള്ളില് പഴയ അക്കുച്ചേട്ടനും കാക്കോത്തിയോ. അതിന് കാരണം ആരാന്നറിയോ? ശ്രേയ. ആര്? ഈ നിൽക്കുന്ന ചീഫ് എഞ്ചിനീയറോ? ശ്രേയ ചീഫ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയൂ. പക്ഷെ ശ്രേയ ചീഫ് എഞ്ചിനീയർ മാത്രമല്ല, അക്കുച്ചേട്ടൻ ജീവനക്കാളേറെ സ്നേഹിച്ച പെണ്ണ.
പഠിക്കുന്ന കാലത്തെയുള്ള ഇഷ്ടം. കല്യാണവും അത് കഴിഞ്ഞുള്ള ജീവിതവും സ്വപ്നം കണ്ട് നടന്നിരുന്ന അക്കുച്ചേട്ടന്റെ ശ്രേയയുടെ ഇടയിലേക്ക് ബാലമാമൻ എനിക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി അക്കുച്ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ബാലമാമന്റെ വാക്കുകൾക്കപ്പുറം അക്കുച്ചേട്ടനൊന്നുമില്ല. അവിടെ തകർന്നു പോയത് ശ്രേയയുടെ ജീവിതവും സ്വപ്നങ്ങളുമാ. ഒരു കല്യാണം എല്ലാത്തിനും പരിഹാരമാവുന്ന ബാലമാമ വിചാരിച്ചു. എന്നാ അത് കാരണം കൂടുതൽ പ്രശ്നങ്ങളാ ഉണ്ടായത്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനം വേണം ബാലമാമൻ. അക്കുച്ചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഈ പിറന്നാൾ ആഘോഷമൊക്കെ നടത്തുന്നത്. അതുപോലെ അക്കുച്ചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ.